റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വലിയ വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 8-10 ചെറിയുള്ളിയും 8 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി കേട്ടോ. ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ മാത്രം കുതിർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ റെഡ് കളറിലുള്ള മസാല റെഡിയായി. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലേവറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ 2 ഫ്ലേവറും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. 2 ഫ്ലേവറിലുള്ള ഇത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു പിടി മല്ലിയിലയും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പുളിക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയതിൽ വാളൻപുളിയുടെ വെള്ളമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാറടച്ച് വെച്ച് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട. ആ ഒരു ഗ്രീൻ കളറൊന്ന് മുന്നിട്ട് നിൽക്കാനാണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ മസാലയും റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് വലിയൊരു മീൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ പുറം ഭാഗം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുന്നാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതുപോലെ അതിനെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച സമയത്ത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് പൊളിച്ച് തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തന്നോളും. അല്ലാതെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഇത് നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗത്ത് ഈ ഒരു ഗ്രീൻ മസാലയാണ് കേട്ടോ ഒരു സൈഡിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഗ്രീൻ മസാലയും ഒരു സൈഡിൽ റെഡ് മസാലയിലുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുറം ഭാഗവും അതുപോലെ തന്നെ ആ ഒരു ഗ്രീന് ഉള്ളിലാക്കിയിട്ടുള്ളതിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ ഗ്രീൻ മസാല ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്രീൻ മസാല ആക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു സൈഡിലും ഇതുപോലെ ഗ്രീൻ മസാല കംപ്ലീറ്റ് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡിൽ നമ്മൾ ആദ്യം പുറം ഭാഗത്ത് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഗ്രീനും റെഡും കൂടെ ഉള്ളിലുള്ളത് മിക്സായി പോവും. അപ്പോൾ ഈ ഒരു റെഡ് മസാല തേച്ച് കൊടുക്കുന്ന ഈ ഒരു ഭാഗത്ത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഫ്രഷ് കൂടുതലുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗത്താണ് മുള്ളൊക്കെ വരുന്നത്. നടുക്ക് ഇങ്ങനെ മുള്ള് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും നല്ല കട്ടിയായിട്ടുള്ള ഫ്ലഷ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ മസാല ഇങ്ങേ ഭാഗത്തേക്കായി പോവും. ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഈ ഒരു സൈഡിൽ റെഡ് മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഉൾഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡ് മസാല ഇതുപോലെ ഈ ഒരു മസാല അങ്ങ് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 15 മുതൽ ഒരു അരമണിക്കൂർ സമയമുള്ളതിനനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അരമണിക്കൂർ ആണ് ഞാൻ വെക്കുന്നത്. സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ ഇത് നമുക്ക് തവ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് വലിയ പാനിൽ വെളിച്ചെണ്ണയിൽ തവ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓവനില്ലവരാണെന്നുണ്ടെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗ്രില്ലിൽ വെളിച്ചെണ്ണ ഒന്നാക്കി ഗ്രില്ലിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുത്തിട്ടാണ് കേട്ടോ മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മീൻ അതിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും. കൺവെൻഷൻ ഓവനിൽ ഹൈ റാക്കിൽ വെച്ചിട്ട് മൈക്രോ ഗ്രിൽ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓവനിൽ കോംബി 1 കോംബി 2 എന്ന് പറഞ്ഞിട്ടാണ് മൈക്രോ ഗ്രില്ലും അതുപോലെ മൈക്രോ കൺവെൻഷനും വരുന്നത്. അതിൽ മൈക്രോ ഗ്രില്ല് വരുന്നത് കോംബി 1ലാണ് കേട്ടോ. അപ്പോൾ മൈക്രോ ഗ്രിൽ ഓപ്ഷനിലാണ് വെച്ചാലാണ് മീനിൻ്റെ ഉൾഭാഗം വെന്തിട്ട് പുറം ഭാഗം അങ്ങ് ഗ്രില്ല് ചെയ്ത പോലെ വരുള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഞാൻ ഇത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രില്ലഡ് ഫിഷ് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു 2 മസാലയും നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.